ഹലോ എവ്രി വൺ, സഹകാരി റേസ് പ്ലസ് ജൂനിയർ അക്കൗണ്ടൻറ്റ് കമ്പനി ലോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ഓക്കെ, വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി, കമ്പനിയുടെ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, അതേപോലെ തന്നെ വൈൻഡിങ് അപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ഈസ് ദ പ്രോസസ്. ഇതെന്താണ്? ഇതൊരു പ്രോസസ്സാണ്. എന്തിൻ്റെ പ്രോസസ്സാണ്? വേർ ബൈ ദ ലൈഫ് ഓഫ് എ കമ്പനി എൻഡഡ്. കമ്പനിയുടെ ലൈഫിനെ എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി അല്ലേ? ആ ഒരു ടേമിൽ തന്നെ ഉണ്ടല്ലേ വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനിപ്പിക്കുക അല്ലേ? അപ്പോൾ കമ്പനി എന്താണ്? ഒരു ലീഗൽ പേഴ്സൺ ആണ്. പെർപെച്വൽ സക്സഷനോട് കൂടിയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുക അല്ലേ? അപ്പോൾ ആ ഒരു കമ്പനിയുടെ ലൈഫിനെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ ലൈഫിനെ എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എൻഡിങ് പ്രോസസ്സിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, its properties is administered for the benefit of its members and creators. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് അതേപോലെ കമ്പനിയുടെ മറ്റ് അസറ്റ്സ് എന്താണോ അതെല്ലാം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അവിടെ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ കമ്പനിയുടെ ആ ഒരു ലൈഫിനെ അവസാനിപ്പിക്കുകയാണ്, കമ്പനിയുടെ ലൈഫ് എൻഡിലേക്ക് വരികയാണ്. അപ്പോൾ കമ്പനിയുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവാം, അസറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതെല്ലാം ആരുടെ ബെനിഫിറ്റ്സിലേക്കായിട്ട് മാറും? മെമ്പേഴ്സിൻ്റെ, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും. കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കുമായിട്ട് തുല്യമായിട്ട് അല്ലെങ്കിൽ എത്രയാണോ അവരുടെ പോർഷൻ വരുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു എമൗണ്ടിന് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ കോൾ എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, കമ്പനിയുടെ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് അത് എന്താ പറയുക, അത് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററെ നമ്മൾ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ലൈഫ് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് കമ്പനിയുടെ ബാക്കി വരുന്ന പ്രോപ്പർട്ടീസ്, കമ്പനിയുടെ അസറ്റ്സും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു വൈൻഡിങ് അപ്പ് പ്രോസസ്സ് കൃത്യമായി നോക്കി നടത്തി ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ബാക്കി എത്രയാണ്, അതെങ്ങനെ നമ്മുടെ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് അത് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററെ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ. ക്ലിയർ ആണല്ലോ? ഹി ഓർ ഷീ ടേക്സ് ദ കൺട്രോൾ ഓഫ് ദ കമ്പനി. അപ്പോൾ ഒരു കമ്പനി വൈൻഡ് അപ്പ് ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ കൺട്രോൾ എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരിക്കും? ലിക്വിഡേറ്ററിൻ്റെ കയ്യിലായിരിക്കും. ഓർക്കുക, അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഓൺ ബിഹാഫ് ഓഫ് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഡിസിഷൻസ് എടുക്കുക അല്ലേ? കമ്പനിയുടെ ടോപ്പ് അതോറിറ്റി ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് വരുന്ന ആരാണോ അവരായിരിക്കും കമ്പനിയുടെ ഡിസിഷൻസ് എടുക്കുന്നതും കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നതും അല്ലേ? പക്ഷേ വൈൻഡിങ് അപ്പ് പ്രോസസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാ ഡിസിഷൻസും എല്ലാ കൺട്രോളും ആരുടെ കയ്യിലായിരിക്കും? ലിക്വിഡേറ്ററുടെ കയ്യിലായിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററെ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ. ആ ഒരു വ്യക്തിയായിരിക്കും, ലിക്വിഡേറ്റർ ആരാണോ വരുന്നത് അദ്ദേഹത്തിനായിരിക്കും കമ്പനിയുടെ എൻറ്റയർ കൺട്രോൾ വെൻ ദേ എൻറ്റർ ഫോർ എ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ. വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡേറ്റർ ആണ് കമ്പനിയുടെ കൺട്രോളർ എന്ന് പറയുന്നത്. ആൻഡ് ഹി വിൽ കളക്ട് ഇറ്റ്സ് അസറ്റ്സ്, പേ ഇറ്റ്സ് ഡെബ്റ്റ്സ് and finally distributed any surplus among the members in accordance with their റൈറ്റ്സ്. എന്താണ് പറയുന്നത്? അപ്പോൾ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം എന്ത് ചെയ്യാണ്? കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള അസറ്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പേ ഓഫ് ചെയ്യും.
അതിനുശേഷം സർപ്ലസ് ആയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിനെ മെമ്പേഴ്സിനും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനും ആർക്കാണോ റൈറ്റ് വരുന്നത് അവർക്ക് അവരുടെ എത്രയാണോ പോർഷൻ വരുന്നത് ആ ഒരു രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 1 crore ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യാണ്? അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഒഫീഷ്യൽ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തു അല്ലെ. കമ്പനി വൈൻഡ് അപ്പിലേക്ക് പോകുമ്പോൾ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക നമ്മൾ പറഞ്ഞു. അപ്പോൾ സപ്പോസ് കമ്പനിയുടെ വൈൻഡ് അപ്പിന്റെ ആ ഒരു പ്രൊസീജിയർ സമയത്ത് കമ്പനിയുടെ കയ്യിലുള്ള അസറ്റ്സ് 1 crore വാല്യൂ വരുന്ന അസറ്റ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കമ്പനിയുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ഇതേ സമയത്ത് കമ്പനിയുടെ ലൈബിലിറ്റി ഒരു 75 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? ഈ അസറ്റ്സ് ഉപയോഗിച്ച് ഈ പറയുന്ന ലൈബിലിറ്റീസിനെല്ലാം സെറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, 1 കോടിയുടെ അസറ്റ് ഉണ്ട്, അത് ഉപയോഗിച്ച് എന്താ 75 lakhന്റെ ലൈബിലിറ്റീസ് സെറ്റ് ഓഫ് ചെയ്യും. ഇനി ഇതിൽ ബാലൻസ് വരുന്ന 25 lakh, 1 ലക്ഷം അസറ്റ് ഉണ്ടായിരുന്നതിന് 75 ലക്ഷം ലൈബിലിറ്റീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് അല്ലേ 25 lakh. ഇതാണ് നമ്മുടെ സർപ്ലസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു സർപ്ലസ് എമൗണ്ട് മെമ്പേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ആർക്കൊക്കെയാണോ കൃത്യമായിട്ട് വരേണ്ടത് അവർക്ക് കൃത്യമായിട്ട് അവരുടെ റൈറ്റിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അവരുടെ റൈറ്റ് എത്രയാണോ വരുന്നത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണോ അവരുടെ റൈറ്റ് വരുന്നത് അതിൻ്റെ ബേസിസിൽ എന്താണ് ഈ മെമ്പേഴ്സിനായിട്ട് ഈ ഒരു എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിന് ഈ ലൈബിലിറ്റിയിൽ പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ എമൗണ്ട് സെറ്റിൽ ചെയ്തതിന് ശേഷമായിരിക്കും ഈ മെമ്പേഴ്സിൻ്റെ കയ്യിലേക്ക് ഈ ഒരു എമൗണ്ട് എത്തുന്നുണ്ടാവും. ആ ഫൈനൽ സർപ്ലസ് എത്രയാണോ ആ ഒരു എമൗണ്ട് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? മെമ്പേഴ്സിന്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്, കമ്പനിയുടെ ഓണേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ലൈഫിനെ എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഈ കമ്പനിയുടെ ലൈഫ് അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അദ്ദേഹമായിരിക്കും പിന്നീട് അങ്ങോട്ട് കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നതും. അപ്പോൾ ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടീസിലൊന്നാണ് കമ്പനിയുടെ അസറ്റ്സും കാര്യങ്ങളും കളക്ട് ചെയ്യുക, കമ്പനീസിൻ്റെ ലൈബിലിറ്റീസും കാര്യങ്ങളും സെറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ബാലൻസ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ആർക്ക് കിട്ടുകയുള്ളൂ? ഷെയർ ഹോൾഡേഴ്സിന്, അതായത് കമ്പനിയുടെ മെമ്പേഴ്സിന് അവരുടെ റൈറ്റ് അനുസരിച്ച് അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇഫ് ദർ ഈസ് എനി ഡെഫിസിറ്റ് എവറി മെമ്പർ ഓഫ് ദ കമ്പനി മസ്റ്റ് കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഇനിയിപ്പോൾ സർപ്ലസ് ഒന്നും ഇല്ല, ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിലോ എവറി മെമ്പർ ഓഫ് ദ കമ്പനി കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ സപ്പോസ് 1 കോടിയുടെ അസറ്റ് ആണ്, പക്ഷേ 1 crore 10,000ന്റെ ഒരു ലൈബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു എക്സസ് ആണ് അല്ലേ, 10,000 എക്സസ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ മെമ്പേഴ്സ് ആയിരിക്കും ആ ഒരു എമൗണ്ട് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. After completion of these formalities prescribed by the Companies Act, the company is dissolved and its name is removed from the registrar of the company. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. കമ്പനി അവസാനിപ്പിക്കുന്നതിൻ്റെ ആ ഒരു പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ വൈൻഡിങ് അപ്പ് പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി ഡിസല്യൂഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ വൈൻഡിങ് അപ്പും ഡിസല്യൂഷനും സെയിം ആണെന്ന് വിചാരിക്കരുത്. ഡിസല്യൂഷന് മുന്നേ ഉള്ള അല്ലെങ്കിൽ ഡിസല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഡിസല്യൂഷന് മുന്നേ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനി എക്സിസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ കമ്പനി ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വൈൻഡിങ് അപ്പും ഡിസല്യൂഷനും സെയിം അല്ല. ഡിസല്യൂഷന് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് പെറ്റീഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി അവിടെ എക്സിസ്റ്റിംഗ് ആണ്, പക്ഷേ എന്താണ് കമ്പനി ക്ലോസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയമാണ് വൈൻഡിങ് അപ്പ്. അതായത് അസറ്റ്സിൻ്റെ വാല്യൂ നോക്കുക, ലൈബിലിറ്റീസിൻ്റെ വാല്യൂ നോക്കുക, സെറ്റിൽ ചെയ്യുക, ബാക്കി എമൗണ്ട് എത്രയാണെന്ന് തീരുമാനിക്കുക. ആ ഒരു പ്രൊസീജിയറൊക്കെയാണ് വൈൻഡിങ് അപ്പിൽ വരുന്നത്. ഇതിനെല്ലാം ശേഷം എല്ലാ തരത്തിലുള്ള സെറ്റിൽമെൻറ്റിന് ശേഷം എന്താണ് നമ്മുടെ ലിക്വിഡേറ്റർ
എന്താ പറയുക രജിസ്ട്രാർ ഓഫ് ദ കമ്പനിയോട് ആവശ്യപ്പെടുകയാണ് കമ്പനീനെ ഡിസൊല്യൂഷൻ ചെയ്യാനായിട്ട്. അപ്പോഴാണ് എന്ത് ചെയ്യപ്പെടുന്നത്, കമ്പനിയുടെ നെയിം രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസിൽ നിന്ന് റിമൂവ് ആയി പോകുന്നത്. ഓക്കെ, ഡിസോൾവ് ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് റിമൂവ്ഡ് ഫ്രം ദി രജിസ്ട്രാർ ഓഫ് ദ കമ്പനി. ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓർഡർ വരുമ്പോൾ മാത്രമാണ് കമ്പനിയുടെ നെയിം രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നത്. അതുവരെയും എന്താണ്, വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ഒക്കെ നടക്കുമ്പോൾ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ കമ്പനി എക്സിസ്റ്റിംഗ് തന്നെയാണ് ലീഗലി, പക്ഷേ അറ്റ് ദ എൻഡ് ആകുന്നത് ഡിസൊല്യൂഷൻ്റെ ടൈമിലാണ്. ഓക്കെ, അപ്പോൾ ഡിസൊല്യൂഷന് മുന്നേ ഉള്ള പ്രൊസീജിയർ ആണ് വൈൻഡിങ് അപ്പ്, അല്ലെങ്കിൽ ഡിസൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി റീസൺസ് ഫോർ എ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. എന്തൊക്കെയാണ് കമ്പനി വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള റീസൺസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടൊക്കെയാണ് കമ്പനിയുടെ വൈൻഡിങ് അപ്പ്, കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി എൻഡ് ചെയ്യാം, ഇനി ഈ ഒരു കമ്പനി കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കാം അതിൻ്റെ റീസൺസ്. The winding up of the company may arise by any or more of the following reason. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. So the first one, if the objects of the company for which it was established have been accomplished. എന്താണ്, ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ഹാവ് ബീൻ അക്കംപ്ലിഷ്ഡ്. ഒന്നാമത്തെ ഒരു റീസൺ പറയുന്നത് കമ്പനി അത് ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു ഒബ്ജക്റ്റ് അക്കംപ്ലിഷ് ആയി കഴിഞ്ഞാൽ, ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കമ്പനിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ട് ഒരു കമ്പനി ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ABC എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനി ഫോം ചെയ്തതിന് പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫ്ലാറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് മാത്രമായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവർക്ക് ഫർദർ ഒബ്ജക്ട്സ് ഇല്ല, അല്ലെങ്കിൽ ഫർദർ എയിംസ് ഇല്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഫോം ചെയ്യുകയും ആ ഒരു ഒബ്ജക്റ്റ് അക്കംപ്ലിഷ്ഡ് ആവുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റീസൺസ് ഫോർ വൈൻഡിങ് അപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് റീസൺ എന്താണ്, കമ്പനിയുടെ ഒബ്ജക്റ്റ് അത് അക്കംപ്ലിഷ്ഡ് ആയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് അത് കൺസിഡർ ചെയ്യാറുണ്ട്. സെക്കൻഡ് വൺ, ഇഫ് ദ കമ്പനി അൺഏബിൾ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് മെയിൻ ഒബ്ജക്ട്സ്. കമ്പനിക്ക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പക്ഷേ അതെന്താണ്, അൺഏബിൾ ടു ക്യാരി ഔട്ട്, അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കമ്പനിക്ക് അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്ട്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പം മേ ബി കമ്പനി എന്താ പറയുക ഇൻകോർപ്പറേറ്റഡ് ആയി കമ്പനി എക്സിസ്റ്റ് ആയതിനു ശേഷം ലീഗലി വന്ന എന്തെങ്കിലും ചേഞ്ചസ് കാരണമോ, അല്ലെങ്കിൽ ഇപ്പോൾ ലേബർ ഇഷ്യൂസ് കാരണമോ, മാനേജ്മെൻറ്റ് ഇഷ്യൂസ് കാരണമോ, അങ്ങനെ പല റീസൺസ് ഉണ്ടാവാം അല്ലെ ഒബ്ജക്ട്സ് അച്ചീവ് ചെയ്യപ്പെടാതെ പോകുന്നതിന്. അപ്പോൾ ഇത്തരത്തിൽ കമ്പനിയുടെ ഒബ്ജക്ട്സ് എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു തിങ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലും എന്തിനുള്ള റൈറ്റ് ഉണ്ട്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിനുള്ള ഒരു റീസൺ ആയിട്ട് എന്തിനെ കൺസിഡർ ചെയ്യാറുണ്ട്, ഒബ്ജക്ട്സിനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിനുള്ള ഒരു റീസൺ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്തു, സെക്കൻഡ് എന്താണ്, ഒബ്ജക്റ്റീവ് ഇമ്പോസിബിൾ ടു ക്യാരി ഔട്ട്, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന, അൺഏബിൾ ടു ക്യാരി ഔട്ട് ആവുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, വൈൻഡ് അപ്പിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആണ്. Then, if the company has to dispose of its business or the undertaking to another company or an individual, കമ്പനി എന്ത് ചെയ്യണം, കമ്പനിക്ക് ഡിസ്പോസ് ചെയ്യണം, അതിൻ്റെ ബിസിനസ് ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു അണ്ടർടേക്കിങ്ങിലേക്ക് കമ്പനീനെ ട്രാൻസ്ഫർ ചെയ്യണം. ഈ പറയുന്ന ഒരു സിറ്റുവേഷനിലും കമ്പനി എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ ലോസിലാണെന്ന് വിചാരിക്കുക, അപ്പോൾ കമ്പനി എന്ത് ചെയ്യാണ്, മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യാണ്. ഇപ്പോൾ ABC എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, അത് ലോസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വിചാരിക്കുക. അപ്പോൾ സപ്പോസ് PQ ലിമിറ്റഡ് ഇതിനെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, ABC കമ്പനി വൈൻഡ് അപ്പ് ആയി പോവും, പിന്നെ അവർ PQ ലിമിറ്റഡിൻ്റെ ഭാഗമാവും. അപ്പോൾ ആ ഒരു രീതിയിലും എന്ത് സംഭവിക്കാറുണ്ട്, വൈൻഡിങ് അപ്പ് സംഭവിക്കാറുണ്ട്. ആൻഡ് ഇഫ് ദ കമ്പനി ഈസ് അൺഏബിൾ ടു പേ ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് ഇൻ ഫുൾ, കമ്പനിക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, കമ്പനി അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളവരാണ് അല്ലേ, കമ്പനിയുടെ ലൈബിലിറ്റിയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിലും കമ്പനി വൈൻഡിങ് അപ്പിലേക്ക് പോകാറുണ്ട്.
ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കാത്ത കമ്പനീസിന്, പ്രത്യേകിച്ച് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് കൃത്യസമയത്ത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്തരം കമ്പനീസും എന്തിലേക്ക് ലീഡ് ചെയ്യപ്പെടും? വൈൻഡിങ് അപ്പിലേക്ക് ലീഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ മേജർ റീസൺസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒബ്ജക്ട്സ് ഒരു പ്രത്യേക പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്തു, ആ ഒരു ഒബ്ജക്റ്റ് അക്കംപ്ലിഷ്ഡ് ആയി. അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റാതെ, അൺഏബിൾ ടു ക്യാരി ഔട്ട് ദി ഒബ്ജക്റ്റീവ്. ആൻഡ് ദ തേർഡ് വൺ, കമ്പനി എന്താണ്? കമ്പനി ഡിസ്പോസ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് ഡിസ്പോസ് ചെയ്യപ്പെടുന്നു, മറ്റൊരു കമ്പനിയാൽ അണ്ടർടേക്ക് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കാതെ ഇരുന്ന ആ ഒരു സിറ്റുവേഷനിലും എന്ത് ചെയ്യപ്പെടാം? കമ്പനി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് ലീഡ് ചെയ്യപ്പെടാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു റീസൺസ് ഫോർ വൈൻഡിങ് അപ്പ്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. എങ്ങനെയൊക്കെ ഒരു കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഈ പറയുന്ന റീസൺസ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ റീസൺസ് ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കാം. അതായത് കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കാം. പക്ഷേ ഏതൊക്കെയാണ് അതിനുള്ള മെത്തേഡ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഫോർ വൈൻഡിങ് അപ്പ്? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 270 ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 270 ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് 3 വൈൻഡിങ് അപ്പ് മോഡ്സ് ആണുള്ളത്. ഓക്കെ, മെയിനായിട്ട് 3 വൈൻഡിങ് അപ്പ് മോഡ്സ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ, ബൈ ദ കോർട്ട് കമ്പൽസറി വൈൻഡിങ് അപ്പ്. എന്താണ്? കമ്പൽസറി വൈൻഡിങ് അപ്പ് ആണ് ബൈ ദ കോർട്ട്. കോർട്ട് വഴി അല്ലെങ്കിൽ കോർട്ടായിട്ട് കമ്പൽസറി ആയിട്ട് കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കമ്പൽസറിലി വൈൻഡിങ് അപ്പ്. ഓക്കെ, സെക്ഷൻ 433 മുതൽ 483 വരെ, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 433 മുതൽ 483 വരെയാണ് ഈ ഒരു കമ്പൽസറി വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ആണ് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാം, കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ്. കമ്പൽസറി വൈൻഡിങ് അപ്പ് ബൈ ദി കോർട്ട്. കോർട്ടായിരിക്കും അവിടെ ഈ ഒരു കമ്പൽസറി വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്ഷൻ 433 മുതൽ 483 വരെയാണ് കമ്പനീസ് ആക്ട് 2013 ഈ പറയുന്ന 433 മുതൽ 483 വരെയുള്ള സെക്ഷൻസ് ആണ് കമ്പൽസറി വൈൻഡിങ് അപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് എന്ത്? വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് 2016 വന്ന കോഡ്സിൻ്റെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് 2016, ആ ഒരു കോഡിൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ആ ഒരു കോഡിലാണ് ഇപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 2016 ഈ ഒരു കോഡ് വരുന്നത് വരെ 2013 കമ്പനീസ് ആക്ട് പ്രകാരമായിരുന്നു വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സ്. പക്ഷേ അത് അമെൻഡ് ചെയ്തു. 2017 അത് എഫക്റ്റിൽ വരുന്നത്. സോ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് 2016 പ്രകാരമാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്? വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് 2016 എങ്ങനെ വേണം വോളണ്ടറി വൈൻഡിങ് അപ്പ് കണ്ടക്ട് ചെയ്യാനായിട്ട് എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് മറക്കരുത്. കമ്പനീസ് ആക്ടിലല്ല ഇപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉള്ളത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് 2016 വോളണ്ടറി വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതേസമയം കമ്പൽസറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ അത് കമ്പനീസ് ആക്ടിൽ തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് ഈ ഒരു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ്, IBC എന്നും പറയാറുണ്ട്. ഓക്കെ, IBC 2016 എന്ത് മെൻഷൻ ചെയ്യുന്നത്? ഈ ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് വൈൻഡിങ് അപ്പ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് കോർട്ട്. കോർട്ടിൻ്റെ സൂപ്പർവിഷനോട് കൂടിയിട്ട്, ഇവിടെ കമ്പൽസറി ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താണ്? കോർട്ടിൻ്റെ സൂപ്പർവിഷനോട് കൂടിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഈ 3 മോഡ്സ് ആണ് നമുക്ക് മെയിനായിട്ട് വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്.
അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ 3 മോഡ്സ് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഏതാണ്? ബൈ ദി കമ്പൽസറി വൈൻഡിങ് അപ്പ് ബൈ ദ കോർട്ട്, സെക്ഷൻ 433 മുതൽ 483 വരെ. സെക്കൻഡ് വൺ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് 2016 ആൻഡ് തേർഡ് വൺ വൈൻഡിങ് അപ്പ് ബൈ ദി സൂപ്പർവിഷൻ ഓഫ് ദ കോർട്ട്. കോർട്ടിന്റെ സൂപ്പർവിഷനിൽ വൈൻഡ് അപ്പ് ചെയ്യുക. ഈ 3 മോഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓവറോൾ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് സെക്ഷൻ 270 കമ്പനീസ് ആക്ട് 270 എന്താണ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.